ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ വീട് നോക്കുന്ന വ്യക്തി, ഒരു ഗൃഹനാഥൻ, അയാൾ എവിടെയെങ്കിലും ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു നാളെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ, തൻ്റെ അഭാവത്തിലെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് കരുതി ആരെയെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ വീട് നോക്കാനുള്ളൊരു ഉത്തരവാദിത്വം മറ്റൊരു വ്യക്തിക്ക് നൽകാറുണ്ട്. ഇയാൾ മടങ്ങി വരുന്നത് വരെയുള്ള സമയം വീട്ടിനാവശ്യമായതൊക്കെ ഇയാളെ കരുതി വയ്ക്കാറുണ്ട്. ഒരു പക്ഷെ അത് ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും ഇതുപോലൊരു കരുതൽ നടത്തിയിട്ടാണ് സ്നേഹമുള്ളവരൊക്കെ ദൂരയാത്രയ്ക്ക് പോകാറുള്ളത്. അത് നമ്മളിൽ പലരും പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യം കൂടെയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷത്തില് ഒരു യജമാനനെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രഭു, അയാള് രാജപദവി സ്വീകരിക്കാനായിട്ട് പോകുന്നു. ഇയാള് രാജപദവി സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ തന്റെ 10 ഭൃത്യന്മാരെ വിളിച്ച് 10 നാണയങ്ങൾ വീതം അവരെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നൊരു ഉറപ്പുള്ള സമയത്താണ് ഈ ഒരു പ്രവൃത്തി അവൻ തന്റെ ശിഷ്യന്മാർക്ക് ഒരു ഉപമയായിട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല എന്ന്. ക്രിസ്തു ഇന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അവൻ മടങ്ങി വരുന്നത് വരെ തൻ്റെ ശിഷ്യര്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൻ്റോട് ജീവിച്ചു നിൽക്കാനുള്ളതൊക്കെ അവർക്ക് നൽകിയിട്ടാണ് അവൻ കടന്നുപോയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ ഈ ലോകത്തിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടതിന് അതിനാവശ്യമുള്ള ആത്മീയ കൃപകള്, ആത്മീയ ശക്തി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് അവന്റെ സ്നേഹവും അവന്റെ കരുതലുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ, അവൻ നമ്മളോട് ഇത്രയും കരുതൽ കാണിക്കുമ്പോൾ നമുക്ക് തിരികെ അവന് സ്നേഹം കൊണ്ട് നന്ദി പറയാം. നമ്മുടെ ഈ ജീവിതം കൊണ്ട് നന്ദി പറയാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.